ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. പല വകുപ്പുകളിൽ നിന്നായി കോടിക്കണക്കിന് രൂപയാണ് KSEBക്ക് കിട്ടാനുള്ളത്. എറണാകുളം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ മലകൾ ഇടിച്ചു നിരത്തി മണ്ണെടുക്കുന്നതിനെതിരെ ജനകീയ സമിതി രംഗത്ത്. ഏക്കർ കണക്കിന് മലനിരകളാണ് യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുന്നത്. കേരള വിഷൻ എക്സ്ക്ലൂസീവ്. ദിനംപ്രതി വലിയ ടോറസ് ലോറികളിലാണ് പ്രദേശത്ത് നിന്നും മണ്ണ് ഖനനം ചെയ്ത് നീക്കം ചെയ്യുന്നത്. പഞ്ചായത്തിൻ്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെ തകിടം മറയ്ക്കുന്ന മണ്ണെടുപ്പ് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിത്യേന തുടരുകയാണ്. വൻകിട കമ്പനികൾ വൻതോതിൽ മണ്ണ് നീക്കം ചെയ്യുമ്പോൾ ജലസ്രോതസ്സുകൾ അടയുകയും നീർച്ചാലുകൾ ഇല്ലാതായി കുടിവെള്ളക്ഷാമം രൂക്ഷമാവുകയാണ്. നാട്ടുകാരുടെ ജീവിതം ദുരിതപൂർണമാക്കുന്ന നടപടിക്കെതിരെ പ്രദേശത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് രൂപീകരിച്ച ആക്ഷൻ കൗൺസിലിൻ്റെ സമരപരിപാടികളുടെ ഭാഗമായി അനൂപ് ജേക്കബ് MLA നേതൃത്വത്തിൽ ഉപരോധ സമരം ആരംഭിച്ചിരുന്നു. എന്നാൽ ഇതിനെ വകവയ്ക്കാതെ മണ്ണെടുപ്പ് തുടർന്നതോടെയാണ് ലോറികൾ തടഞ്ഞ് പ്രതിഷേധം അരങ്ങേറിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മല മുഴുവനും നിരപ്പാക്കി കഴിഞ്ഞു. ഇവിടെ നിന്നുള്ള മണ്ണ് എടുത്തുകൊണ്ട് പോയി. ഇവിടെ ചെട്ടിക്കണ്ടം നീർത്തടം എന്ന് പറഞ്ഞ് ഗവൺമെൻറ് നേതൃത്വത്തിൽ സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന ശിവലി ചെട്ടിക്കണ്ടം റോഡിൻ്റെ അപ്പുറത്ത് പാടശേഖരങ്ങളിലേക്ക് ഇവിടെ നിന്നുള്ള നീര് ചെന്ന് ഒരുപാട് കർഷകർ അവിടെ കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ട എബിസാർ പറഞ്ഞതുപോലെ ഇപ്പോഴും അവിടുന്ന് ഉറവ ഉള്ള ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം മാറ്റിക്കഴിയുമ്പോൾ ഈ മണ്ണ് മുഴുവൻ മാറ്റിക്കഴിയുമ്പോൾ ഇവിടെ ഒന്നുമില്ലാതെ വെള്ളത്തിന് ക്ഷാമമുള്ള ഒരു സ്ഥലമായി നമ്മുടെ ഈ പ്രദേശം മാറാൻ പോവുകയാണ്. അതിനെതിരെയാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. പ്രാദേശിക ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സമരത്തിൽ പങ്കാളികളായി. ആക്ഷൻ കൗൺസിൽ ചെയർമാൻ തോമസ് തടത്തിൽ, വൈസ് ചെയർമാൻ വിൽസൺ K. ജോൺ, ജനറൽ കൺവീനർ MN കേശവൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ആശാ സനിൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബെന്നീസ് കറിയ, CPIM ലോക്കൽ സെക്രട്ടറി ബേസിൽ സണ്ണി തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ജോലി തേടിയെത്തുന്ന ഉദ്യോഗാർത്ഥികളെ പിഴിഞ്ഞ് പണമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് മൃഗസംരക്ഷണ വകുപ്പ്. മൃഗസംരക്ഷണ വകുപ്പിലേക്കുള്ള താൽക്കാലിക നിയമനത്തിന് അപേക്ഷിക്കാൻ ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഈടാക്കുന്നത് 2500 രൂപ വരെ. വൻതുക ഇത്തരത്തിൽ ഫീസിനത്തിൽ ഈടാക്കുമ്പോൾ സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികളാണ് വലിയ പ്രതിസന്ധിയിലാകുന്നത്. 184